എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമ്മ്യൂണിറ്റി ഗെയിമിൻ്റെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 6 മാസം മുമ്പ്. അതായത് ജൂലൈ 21, 2024 ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടത്. 6 മാസം കഴിഞ്ഞു. അപ്പം ഇത് അന്ന് മുതൽ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടോ അല്ലെ ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടൊക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ് കിട്ടിക്കാണും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൈസ് പ്രഡിക്ഷനും കാര്യങ്ങളും നോക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് 1688.59 CGX. അതായത് ഇതിൻ്റെ പകുതിയാണ്. നമുക്ക് 50% ആ ഒരു ഫെബ്രുവരി 19 ക്ലെയിം ചെയ്യാം. ഒരു 50% ഉള്ളത് ഏകദേശം ഒരു 3 മാസത്തെ വെസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ റിവാർഡുകളൊക്കെ നേടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആക്ടിവിറ്റി ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഈ റഫറൽ കാര്യങ്ങളല്ല. നമുക്ക് 1.25 മില്യൺ അങ്ങനെ 1.25 മില്യൺ പോയിൻ്റ് വേണം. അതായത് 12 ലക്ഷത്തി അത്രയും ഒരു പോയിൻ്റ് വേണം. 12 ലക്ഷം പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവും. അപ്പോൾ ആ പോയിൻ്റൊക്കെ കുറവാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അത് സ്വാഭാവികമാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ എല്ലാവരും ഈ ടെലിഗ്രാമിൻ്റെ കുറേ ഡ്രോപ്പിൻ്റെ പുറകിലായിരിക്കും. അതൊക്കെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ കാശിട്ടാലും ഇപ്പം ടോമേന്നൊരു വളരെ വേസ്റ്റായിട്ടൊരു സ്കാമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇറങ്ങി ടോമ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പലരും അതിൽ നല്ല രീതിയിൽ കാശിട്ടു. അപ്പോൾ കാശിട്ട് അവർക്ക് റഫറില്ല. എന്നാൽ കാശിട്ടിട്ട് എന്തെങ്കിലും ആ ഒരു കാശ് പോലും തിരിച്ച് കിട്ടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ സ്കാം അടിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് വരുന്നു ഡബ്ല്യു കോയിന്. അങ്ങനെയൊക്കെ സംഭവങ്ങളെല്ലാം പൈസയാണ് മാക്സിമം നോക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഈ ബ്ലമ്മും ഈ സംഭവമെല്ലാം യൂസേഴ്സ് കൂടുതലാണ്. ഇപ്പോൾ ടെലിഗ്രാമിൻ്റെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം, വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവന്മാർ നല്ല രീതിയിൽ പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ മേടിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടണമെന്നൊന്നുമില്ല. ഇപ്പോൾ പൈസ മുടക്കാതെ തന്നെ ഇപ്പോൾ 6-8 മാസം ഇതിൽ കുത്തിയിട്ട് നമുക്കൊരു $5 $1 ഒക്കെ കിട്ടിയ ഒരു കാര്യമില്ല. നമ്മുടെ ഡേറ്റ എല്ലാം നഷ്ടം, അതിൻ്റെ പോലും കാശ് കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇവന്മാരെല്ലാം ടെലിഗ്രാം ബോട്ടുകളെല്ലാം ഇറക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാക്സിമം പണം ഇങ്ങനെ മേടിക്കുക. അതാണ് ഇപ്പോൾ ഒരു ബോട്ട് ഇറങ്ങി സിഗ്മേ എന്ന് പറയുന്നത്. അതും ഇപ്പം നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ മേടിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും നിസ്സാരമായിട്ടായിരിക്കും. ഇതോ 0.1 ഉള്ളതെന്ന്. അപ്പം ഡെയിലി ഇതോട്ട് 0.1 കൊടുക്കണം. അപ്പോൾ ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ടോൺ ആവും. അപ്പോൾ അത് ആലോചിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇവന്മാരുടെ മെയിനായിട്ടുള്ള റിസ്ക്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് ടെലിഗ്രാം ബോട്ടുകൾ വന്നേക്കുന്നത്. മാക്സിമം ആളുകളുടെ കയ്യിൽ നിന്ന് മാക്സിമം ടോൺ മേടിക്കുക. അപ്പോൾ ഈ ടോണിൻ്റെ ഭാവി അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മോശമായി. ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ, ഈ ടെലിഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം സ്കാമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊന്നും അതിൽ ട്രസ്റ്റ് ചെയ്തൊന്നും മൈൻ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ ഏകദേശം 1-2 ഒക്കെ പ്രൊജക്റ്റിനെ ഒരുവിധമൊക്കെ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും വിശ്വസിക്കാനൊന്നും കഴിയില്ല. നാളെ വന്നിട്ട് നിങ്ങൾ ഇത്രയും ചെയ്തിട്ടൊന്നും കിട്ടിയില്ല, ഒരു കാര്യമില്ല. ഇപ്പോൾ $1 $2 ഒക്കെ നാളെ നിങ്ങൾ 6 മാസമൊക്കെ ചെയ്തിട്ട് കിട്ടിയാൽ ഒരു പ്രയോജനമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ടൈം അത്രയും വേസ്റ്റ്. അതുകൊണ്ട് ഇതുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ഗെയിമിങ് പോലുള്ള ഇതിൻ്റെ എന്ന് വെച്ചാൽ സപ്ലൈ 1 ബില്യണാണ്. 1 ബില്യണിൽ 150 മില്യണാണ് സർക്കുലേറ്റിംഗ് ചെയ്യുന്നത്. സർക്കുലേറ്റിംഗ് അത്രയില്ല, 150 മില്യൺ മാത്രമേ ഉള്ളൂ. പിന്നെ 3 മാസമാണ് അടുത്ത ഒരു 50% ക്ലെയിം ചെയ്യുക, 50% 3 മാസം വെസ്റ്റിങ്. ഇതിൻ്റെ ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു ലോ ആയിട്ടുള്ളൊരു പ്രൈസ് എപ്പോഴും കാണുള്ളൂ. ഇതിൻ്റെ സപ്ലൈ കുറവാണ്, അല്ലെ സർക്കുലേറ്റിംഗ് ചെയ്യുന്ന ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ മാർക്കറ്റ് ആകും. പക്ഷേ ഇതൊരു വലിയ എല്ലാ എക്സ്ചേഞ്ചുകളും ലിസ്റ്റ് ആകും. ബൈനാൻസ് അടക്കം ലിസ്റ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ കോയിൻ ബേസ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് മെയിനായിട്ടൊരു ഗെയിമിങ്ങിൻ്റെ ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ ഒന്നും അല്ല, പണ്ടത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസ് വരും. പക്ഷേ ഞാൻ എപ്പോഴും ഏറ്റവും കുറഞ്ഞ പ്രൈസേ ഞാൻ എപ്പോഴും കരുതുന്നുള്ളൂ. 0.10 സെൻറ്റ് മുതൽ ഒരു മാക്സിമം നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്പ് പോയാൽ ഒരു 100 മില്യണിൽ കൂടുതലൊക്കെ മാർക്കറ്റ് ക്യാപ്പ് നേടാൻ കഴിഞ്ഞാൽ നമുക്കൊരു 30 സെൻറ്റ് വരെയും പ്രതീക്ഷിക്കാം. 30 സെൻറ്റ് ഒരു CGS ടോക്കണ് 30 സെൻറ്റ്. പിന്നെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചും പിന്നെ പ്രൈസ് കൂടും. എന്ന് വെച്ചാൽ ഗെയിമിംഗ് ടോക്കണാണ്. അപ്പം ഇത് ബാക്കിയുള്ള ഹോൾഡ് ചെയ്താലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ റിവാർഡ് കിട്ടും. അതുകൊണ്ട് അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ 10 സെൻറ്റ് മുതലായിരിക്കും മുകളിലോട്ട് ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ. ഒരു 20 സെൻറ്റ് വരെ മാക്സിമം എത്തും. പിന്നെ മാർക്കറ്റ് ക്യാപ്പ് കൂടുന്നതിൻ്റെ അനുസരിച്ച് നല്ല രീതിയിൽ പ്രൈസ് എത്തും. പിന്നെ $1 ഒക്കെ എത്തുമെന്ന് പലരും പറയുന്നത്. അതൊന്നും എത്താനുള്ള സാധ്യതകളൊക്കെ ഇല്ല. എന്നുവെച്ചാൽ അത് അതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ വോളിയും കാര്യങ്ങളും ഒക്കെ കയറിയാൽ, മാർക്കറ്റ് ക്യാപ്പ് കയറിയാൽ അവിടെയൊക്കെ എത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ടുള്ള വീഡിയോകൾ ഞാൻ ഏകദേശം 6 മാസം മുമ്പ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പം പലരും ഇങ്ങനെയുള്ളതൊന്നും നോക്കാറില്ല. എല്ലാവരും ടെലിഗ്രാമിൻ്റെ പുറകിലായതുകൊണ്ട് അതിൻ്റെ പുറകിലായിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഇതിൽ സബ്സ്ക്രൈബർ ഒരാൾ കുറഞ്ഞിട്ടുണ്ട്. ആരാണെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒരു കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മൾ ഇങ്ങോട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും. അത് ചിലപ്പം ഒരു സമയത്ത് ചിലപ്പം വീഡിയോ ഒന്നും ഇടണമെന്നില്ല, ചിലപ്പം നിർത്തും. എന്നാലും ഒരു സബ്സ്ക്രൈബർ കുറഞ്ഞുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. ഇത് പറഞ്ഞതാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യരുത് പുതിയതായിട്ട് വരുന്നവർ. പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഈ ചാനൽ ഇവിടെയൊക്കെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.